പിറ്റേന്ന് കാലത്ത് അഗ്നിമിത്രയെ കാണാൻ ഒരാൾ വന്നിരുന്നു. ശ്രീരേഖ. അന്ന് ജയിലിലേക്ക് കൂട്ടുവന്നതിന് ശേഷം അഡ്വക്കേറ്റ് ശ്രീരേഖയെ മിത്ര പിന്നീട് കണ്ടിട്ടില്ല. ശ്രീരേഖയെ കണ്ട നിമിഷം മുതൽ മിത്രയുടെ നെഞ്ചിലെ താളം തന്നെ മാറിപ്പോയിരുന്നു. മിത്ര, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ശ്രീരേഖ അവൾക്കടുത്തേക്ക് വന്നത്. ഒരിളം പുഞ്ചിരിയോടെ മിത്ര ശ്രീരേഖയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ തിരിച്ചൊരു പുഞ്ചിരിയൊന്നും ശ്രീരേഖയുടെ മുഖത്ത് അവൾ കണ്ടില്ല. മിത്രയ്ക്കരികിലായി അവൾ ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. ബൈസ്റ്റാൻഡർ ബെഡിൽ മീനൂട്ടിയിരിക്കുന്നുണ്ട്. ഒരു കേസിന് വഴിത്തിരിവുണ്ടാക്കാനും അതിലൂടെ ഒരു കൊലയാളിയെ കണ്ടെത്താനും നിനക്ക് എങ്ങനെ കഴിഞ്ഞു മിത്ര? കേട്ടപ്പോൾ ആദ്യം എനിക്ക് അതിശയമാണ് തോന്നിയത്. എന്നാൽ കേസിനെക്കുറിച്ച് കുറച്ചൊന്ന് ചികഞ്ഞപ്പോൾ എനിക്ക് വേറൊന്ന് വ്യക്തമായി. നീ ചൂണ്ടിക്കാട്ടിയ വഴിയിലൂടെ പോലീസുകാരങ്ങ് നടന്നതാ. അല്ലാതെ അവർക്ക് സ്വന്തമായി ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഈ കേസ് കോടതിയിലെത്തിയാൽ നിനക്ക് തോന്നുന്നുണ്ടോ മിത്ര, നീ കാണിച്ചു കൊടുത്തവൻ തന്നെ കുറ്റക്കാരനാകുമെന്ന്? അയാൾ കോടതിയിൽ നിന്നും പുഷ്പം പോലെ ഊരിപ്പോരും. കാരണം കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മാത്രമുള്ള തെളിവുകളൊന്നും പോലീസിൻ്റെ കൈവശമില്ലെന്ന് എനിക്കറിയാം. ശ്രീരേഖ ചേച്ചി ഇവിടേക്ക് വന്നത് ഇത് പറയാനാണോ? അവളുടെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതിനാൽ മിത്ര ദേഷ്യത്തോടെ ചോദിച്ചു. നിന്നെ കാണുകയും വേണം, ഇതൊക്കെ പറയുകയും വേണം. അതിൻ്റെ കൂടെ ഞാൻ എടുത്ത തീരുമാനവും അറിയിക്കണം. എന്തു തീരുമാനം? ഹരിനന്ദൻ്റെ കേസ് കോടതിയിൽ വാദിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതെൻ്റെ ഒരു വാശി കൂടിയാണ്. ആ വാശിക്ക് കാരണങ്ങൾ വേറെയുമുണ്ട്. കടുത്ത മുഖത്തോടെ പറയുന്നവളെ നോക്കി മിത്ര ഒന്ന് പുഞ്ചിരിച്ചു. ശ്രീരേഖ ചേച്ചി ഒരു അഡ്വക്കേറ്റ് അല്ലേ? എന്നോടുള്ള വാശിക്കായാലും വേറെ ആരോടെങ്കിലുമുള്ള വാശിക്കായാലും ചേച്ചി ചെയ്യുന്നത് സ്വന്തം ജോലിയാണ്. ഒരു അഡ്വക്കേറ്റിൻ്റെ മുന്നിലെത്തുന്നത് ഒരു കുറ്റവാളിയായാലും ഒരു നിരപരാധിയായാലും നമ്മൾ ഏറ്റെടുക്കുന്ന കേസ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വക്കേറ്റിൻ്റെ ധർമ്മം. ചേച്ചിയുടെ കഴിവുമായി മുന്നോട്ട് പോകൂ. ആശംസകൾ അഡ്വാൻസായി നൽകുന്നു. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ മിത്ര പറഞ്ഞു നിർത്തി. കേസ് ഏറ്റെടുക്കുന്ന കാര്യം നിന്നോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിന്റെ ആശംസകൾ ഞാൻ സ്വീകരിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരേഖ പോകാനായി എഴുന്നേറ്റു. എന്നിട്ട് അവളുടെ തല ചേർത്തുകൊണ്ട് പതിയെ പറഞ്ഞു. അന്ന് ഞാൻ നിന്നോട് എൻ്റെ കഥകൾ പറയുമ്പോൾ, നിന്നോട് സഹായം ആവശ്യപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ ശത്രു നീയാണെന്ന്. മാധവ് ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും. നിനക്കൊരിക്കലും അവനെ ഞാൻ വിട്ടുതരില്ല. അങ്ങനെ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ തയ്യാറായില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. എനിക്ക് കിട്ടാത്തത് നിനക്ക് ഞാൻ വിട്ടുതരില്ല. പകമുറ്റിയ സർപ്പത്തിൻ്റെ ഭാവമായിരുന്നു ശ്രീരേഖയ്ക്ക് അന്നേരം. വിട്ടുതരാൻ കിച്ചു നിന്റെ കക്ഷത്തിലാണോ ഇരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊല്ലാനൊന്ന് ശ്രമിക്ക്. ജനിച്ചാൽ ഒരിക്കലും മരിക്കണമെന്നുള്ളതിനാൽ മരണത്തെ എനിക്ക് പേടിയൊന്നുമില്ല ശ്രീരേഖ. എൻ്റെ മരണം ഒരിക്കലും നിന്നെപ്പോലൊരു നപുംസകത്തിൻ്റെ കൈകൊണ്ടായിരിക്കില്ല. നീ നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്. ഞാൻ കിച്ചുവിനെ സ്നേഹിക്കുന്നതും കിച്ചു എന്നെ സ്നേഹിക്കുന്നതും സത്യമാണെങ്കിൽ ഞങ്ങൾക്കിടയിൽ നീ എന്ന കീടം കയറി വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ശ്രീരേഖ ചേച്ചി എന്നത് ശ്രീരേഖയെന്നും നീ എന്നും പരിണാമം വന്നപ്പോൾ മിത്രയുടെ മുഖത്ത് മാറി വന്ന ഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ശ്രീരേഖ. ഭയം തൊട്ടടുത്ത് കൂടെ പോലും പോയിട്ടില്ലാത്ത മുഖം. അവിടെ നിറഞ്ഞു നിന്നത് മുഴുവൻ നിറഞ്ഞ കോൺഫിഡൻസ് ആയിരുന്നു. നമുക്ക് കാണാം അഗ്നിമിത്ര, എന്നെക്കുറിച്ച് നന്നായി അറിയാം നിന്റെ ഏട്ടന്. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവളാണ് ശ്രീരേഖയെന്ന് അയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം അനിയത്തിയെ കൊലയ്ക്ക് കൊടുക്കുന്നതൊന്നും അയാൾ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഞാനുമായി അംഗത്തിനിറങ്ങുമ്പോൾ 2 വട്ടം ആലോചിക്കുന്നത് നല്ലതാ. ശ്രീരേഖയുടെ മുഖത്തേക്ക് നോക്കി മിത്ര മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനാണോ ശ്രീരേഖയുമായി അംഗം കുറിക്കാൻ തീരുമാനിച്ചത്? മനസ്സിൽ പ്രതീക്ഷിച്ചു വന്ന പ്രതികരണമായിരുന്നില്ല എൻ്റെതെന്ന് മനസ്സിലായപ്പോൾ ചുവടിടറുന്നുണ്ടോ? പരിഹാസം കലർന്ന സ്വരത്തിൽ മിത്ര ചോദിച്ചു. നമുക്ക് കാണാം ഈ അംഗത്തിൽ ആരാണ് ജയിക്കുന്നതെന്ന്. വെല്ലുവിളിച്ചു കഴിഞ്ഞെങ്കിൽ നിനക്കിറങ്ങിപ്പോകാം. ഹോസ്പിറ്റൽ റൂമിലല്ലല്ലോ അംഗം നടക്കുന്നത്. തന്നോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞതെന്ന് മനസ്സിലായതും ശ്രീരേഖയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. എന്നാൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ മിത്രയെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന മീനുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു. മീനുവാണെങ്കിൽ ആകെ പകച്ചിരിക്കുകയാണ്. എപ്പോഴും വീട്ടിൽ വന്നാൽ കളിച്ചു ചിരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ്, സിധുവിൻ്റെ കൂട്ടുകാരി എന്നതിലപ്പുറം വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു മീനുവിനവൾ. എന്നിട്ടും ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശ്രീരേഖ ഇറങ്ങിപ്പോയപ്പോൾ മീനുവിന് നന്നായി സങ്കടം തോന്നി. മിത്രയും ശ്രീരേഖയും അടക്കി പിടിച്ച സ്വരത്തിൽ സംസാരിച്ചതിനാൽ അവരുടെ സംസാരത്തിലെ ഉള്ളടക്കമൊന്നും മീനുവിന് മനസ്സിലായതേയില്ല. ശ്രീരേഖ പോയതും മീനു മിത്രയ്ക്കരികിലേക്ക് ചെന്നു. നിങ്ങൾ രണ്ടുപേരും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലെ തോന്നിയല്ലോ, എന്തായിരുന്നു സംഭവം? മീനു ആകാംക്ഷയോടെ ചോദിച്ചു. അവൾക്ക് വട്ട, മുഴുത്ത വട്ട്. മീനൂട്ടി അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നീടൊന്നും പറയാതെ മിത്ര കണ്ണുകൾ അടച്ചു കിടന്നു. വൈകുന്നേരം അനന്തപത്മനാഭനും സിദ്ധാർത്ഥും
നേരത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നു. മിത്ര ഓക്കെയാണെന്നറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും സമാധാനമായി. അച്ഛനും അമ്മയും റൂമിന് പുറത്തിറങ്ങി നിന്ന് കാര്യമായ ചർച്ചയിലാണെന്ന് മനസ്സിലാക്കിയതും സിദ്ധാർത്ഥ മിത്രയ്ക്കരികിലേക്ക് ചെന്നു. അവളുടെ അരികിൽ ഇരുന്നു കൊണ്ട് പതിയെ മുടിയിലൂടെ വിരലോടിച്ചു. കിടന്ന കിടപ്പിൽ തന്നെ മിത്ര മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. അന്നേരം അവളുടെ മിഴിക്കോണുകളിൽ നീർ തുളുമ്പിയിരുന്നു. താൻ സ്വന്തം അനിയത്തിയല്ലെന്ന് സിദ്ധുവേട്ടൻ അറിയാമായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണോ തന്നെ സ്നേഹിച്ചത്? ചോദ്യങ്ങൾ പലതരത്തിൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അതിൻ്റെ പ്രതിഫലനമെന്നോണം മെഴുനീർ കണങ്ങൾ ഇരു ചെന്നിയിലൂടെയും ഒഴുകിയിറങ്ങി. എന്തിനാ മോളെ നീ കരയുന്നത്? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അവൻ ടെൻഷനോടെ ചോദിച്ചു. ഇല്ല. പിന്നെന്തിനാ സങ്കടം? ഒന്നുമില്ല. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. ശ്രീരേഖ വന്നിരുന്നോ ഇന്ന്? നിന്നെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അവൾ പറഞ്ഞോ? മിത്ര മറുപടി പറഞ്ഞില്ല. മോളെ, അവൻ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം ഒന്നുകൂടി അടുപ്പിച്ചു. കിച്ചു എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരനാ. നിങ്ങൾ ജീവിതത്തിൽ ഒന്നിക്കുന്നത് ഏട്ടനും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നിന്നോളം വലുതല്ല എനിക്കവൻ. ശ്രീരേഖയെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ മെൻ്റലി അവൾ ഓക്കെയല്ല. ഒരുതരം സാഡിസ്റ്റാണവൾ. സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നേടിയെടുക്കാൻ ഏതറ്റം വരെയും മുൻപോട്ട് പോകാൻ അവൾക്കൊരു മടിയുമില്ല. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. കിച്ചുവിനൊരു ഇഷ്ടമുണ്ടെന്ന് അവൾക്കറിയാം. അത് നീയാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവൾ മൂലം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അവളെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. അവനൊന്ന് നിർത്തിയതിനു ശേഷം വീണ്ടും തുടർന്നു. അതുകൊണ്ട് ഏട്ടന് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഏട്ടൻ്റെ കുട്ടി കിച്ചുവിനെ മറക്കണം. സിദ്ധുവിൻ്റെ വാക്കുകളൊന്നും അവളെ വല്ലാതെ സ്പർശിച്ചില്ല. ആ മുഖത്ത് ഇപ്പോൾ നിർവികാരത മാത്രമാണ് നിഴലിച്ചു നിന്നത്. ഏട്ടൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കിച്ചുവുമായുള്ള ബന്ധം മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നഷ്ടപ്പെടും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഇല്ലാതെയാവും. നമുക്ക് വേണ്ടി ജീവിച്ച അവരെ മാത്രം മോൾ ഓർത്താൽ മതി. ഇത്തവണ ഈറൻ മിഴികളാൽ അവൾ അവനെ ഒന്ന് നോക്കി. എൻ്റെ മനസ്സിലിപ്പോൾ പ്രണയവും വിവാഹവും ഒന്നുമില്ലേട്ടാ. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാനൊരു ശപഥമെടുത്തിട്ടുണ്ട്. എനിക്ക് പഠിക്കണം, IPS എടുക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ എന്നിലിപ്പോഴുള്ളൂ. കിച്ചു പോലും എൻ്റെ മനസ്സിലില്ല, സത്യം. അവൻ അവളുടെ മുടിയിൽ അരുമയോടെ തലോടി. നിന്നെ ഏതറ്റം വരെയും പഠിപ്പിക്കും ഈ ഏട്ടൻ. PG കഴിഞ്ഞാൽ ഉടനെ സിവിൽ സർവീസിനെ കുറിച്ച് നമുക്ക് കാര്യമായി ചിന്തിക്കാം. അനന്തപത്മനാഭനും മീനോട്ടിയും റൂമിലേക്ക് വന്നതും അവരുടെ സംസാരം അവിടെ മുറിഞ്ഞു. പിറ്റേ ദിവസമാണ് മിത്രയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. 2 ദിവസങ്ങൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഇതിനിടയിൽ കിഷോർ മിത്രയെ കാണാൻ വീട്ടിൽ വന്നു എങ്കിലും മിത്ര അവനോട് കാര്യമായി ഒന്നും സംസാരിച്ചില്ല. മൂർത്തിയിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞ അവൻ അവളുടെ മൗനത്തെ കണക്കിലെടുത്തതുമില്ല. അന്ന് ഞായറാഴ്ചയായിരുന്നു. അനന്തപത്മനാഭനും സിദ്ധുവും അന്ന് വീട്ടിലുണ്ട്. ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയം. അച്ഛനും മകനും TV-ക്ക് മുന്നിലാണ്. മീനോട്ടി അടുക്കളയിൽ കഴിച്ച പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലും. മിത്ര താഴെ വന്ന് എല്ലാവരോടൊപ്പം ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് തന്നെ പോയി. എത്ര കണ്ണുകൾ അടച്ചു കിടന്നാലും ഉറക്കം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മിത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ ഹരിനന്ദൻ്റെ വീട്ടിലെ രംഗങ്ങൾ ആലോചിച്ച് വെറുതെ എങ്ങനെ കിടന്നു അവൾ. ഉമ്മറത്തു നിന്നും കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധുവാണ് വാതിലിന് നേർക്ക് നടന്നത്. അനന്തപത്മനാഭൻ സോഫയിൽ കിടക്കുകയായിരുന്നു. 2 പേർ ഹാളിൽ ഉള്ളതിനാൽ കോളിംഗ് ബെൽ മീനോട്ടി കാര്യമായി എടുത്തില്ല. അവൻ വാതിൽ തുറന്നതും ഉമ്മറത്ത് നിൽക്കുന്ന പാർവതി രംഗനാഥനെയാണ് കണ്ടത്. അവരെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ പരിചിത ഭാവത്തിലുള്ള ഒരു പുഞ്ചിരി വിടർന്നു. പാർവതിയും മനോഹരമായ ഒരു പുഞ്ചിരി പകരം സമ്മാനിച്ചു. മേഡം വരൂ, മിത്ര മുകളിലാണ്. സിദ്ധാർത്ഥിന് പിന്നാലെ അകത്തേക്ക് കയറിയ പാർവതിയെ കണ്ട് അനന്തപത്മനാഭൻ സോഫയിൽ നിന്നും വേഗം ചാടി എഴുന്നേറ്റു. പാർവതിയെ നോക്കിയ അയാളുടെ മിഴികൾ വല്ലാതെ വിടർന്നിരുന്നു. അനന്തപത്മനാഭനെ നോക്കാൻ ത്രാണിയില്ലാതെ പാർവതി മിഴികൾ താഴ്ത്തി നിന്നു. മിത്ര ഇടയ്ക്കിടയ്ക്ക് പോകാറില്ലേ അവളുടെ ഫേവറേറ്റ് ഇടം? കിങ് ആൻഡ് ക്യൂൻസ് എന്ന ഓൾഡേജ് ഹോം. ആ സ്ഥാപനം നടത്തുന്ന പാർവതി രംഗനാഥനാണിത്, മിത്രയുടെ സ്വന്തം പാർവമ്മ. സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ കേട്ട് ഇടിവിട്ടേറ്റതുപോലെ നിൽക്കുകയാണ് അനന്തപത്മനാഭൻ. ആരാണ് വന്നതെന്നറിയാൻ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്ന മീനു അത് കേട്ട് സ്തംഭിച്ചു നിന്നു.